ഗുഡ് മോർണിംഗ്. കാരക്കോണം ജനതയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ചാപ്റ്റർ തീർത്തു. ഇന്ന് നമ്മൾ പുതിയ ഒരു പാഠത്തിലേക്കാണ് വരുന്നത്. സബ്സെ ബഡ ഷോമാൻ, എഴുതിയത് ഗീത് ചതുർവേദി. അപ്പോൾ ഇവിടെ ശരിക്കും ചാർലി ചാപ്ലിൻ എന്ന് പറയുന്ന അനശ്വരനായ സിനിമ നടൻ, രചയിതാവ്, അതുമാത്രമല്ല നിർദ്ദേശകൻ, അതായത് ഡയറക്ടർ, എല്ലാ മേഖലകളിലും കൈവച്ച ചാർലി ചാപ്ലിൻ്റെ കുട്ടിക്കാലത്തിലെ ഒരു ചെറിയ ഇൻസിഡൻറ്റ്, അതായത് അദ്ദേഹം എങ്ങനെയാണ് ഈ സ്റ്റേജ് ഷോയിലേക്കും സിനിമാ ഫീൽഡിലേക്കും വന്നു എന്നുള്ളതിൻ്റെ ഒരു കൊച്ചു കഥയാണ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് പാഠപുസ്തകത്തിൽ തുടക്കത്തിൽ ഒരു വരി കൊടുത്തിട്ടുണ്ട്. അത് ചാർലി ചാപ്ലിൻ്റെ തന്നെ വളരെ ശ്രദ്ധേയമായ വരികളാണ്. ഞാനത് ആദ്യം വായിക്കാം. നോക്കൂ. മുझे बारिश में चलना पसंद है, മേരെ ആസു ജോ നഹി ദേഖ് പാത്താ ഹെ കൊയ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വരിയായിരുന്നു. മുझे ബാരിഷ് മെയും ചലന പസന്ത് ഹെ, കാരണം എനിക്ക് മഴയത്ത് നടക്കുന്നതാണ് ഇഷ്ടമെന്ന്. മുझे ബാരിഷ് മെയും ചലന പസന്ത് ഹെ, കാരണം മറ്റൊന്നുമല്ല, മേരെ ആസു ജോ നഹീം ദേഖ് പാത്താ ഹെ കൊയ്, ആരും തന്നെ എൻ്റെ കണ്ണുനീർ കാണുകയില്ലല്ലോ എന്ന്. അതുകൊണ്ട് മഴയത്ത് നടക്കുന്നതാണ് എനിക്ക് ഏറെ പ്രിയപ്പെട്ടത്. അത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ വാക്കുകളാണ്. നമുക്ക് പാഠത്തിലേക്ക് വരാം. गाते गाते अचानक माम की आवाज़ फटकर फुसफुसाहट में तब्दील हो गई. लोगों को लगा कि माइक में कुछ खराबी हो आई, पर फुसफुसाहट सारी थी. लोग चिल्लाने लगे. कहीं से कुछ लोग म्याऊ म्याऊ की आवाज़ निकालने लगे. इस अभद्र शोर ने माम को स्टेज से हटने को मजबूर कर दिया. നോക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ചാർലി ചാപ്ലിൻ്റെ മാതാവ് ഒരു സ്റ്റേജ് ആക്ടറായിരുന്നു. സ്റ്റേജിൽ പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കുകയായിരുന്നു. അവർ പാട്ട് പാടും, പിന്നെ മറ്റ് അനുകരണങ്ങളിൽ കൂടെ മറ്റുള്ളവരെ അനുകരിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രോഗ്രാം ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ചാർലി ചാപ്ലിൻ്റെ മാതാവ്. അങ്ങനെയുള്ള ഒരു സ്റ്റേജ് ഷോയാണ് നമുക്ക് തുടക്കത്തിൽ പറയുന്നത്. ഗാത്തെ ഗാത്തെ അചാനക് മാം കി ആവാസ് ഫട്കർ ഫുസ്ഫുസാഹട്ട് മെയും തബ്ദീൽ ഹോ ഗയി. ഈ അമ്മ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഗാത്തെ ഗാത്തെ അങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അചാനക്, പെട്ടെന്ന്, അചാനക് മാം കി ആവാസ് ഫട്കർ ഫുസ്ഫുസാഹട്ട് മെയിൻ തബ്ദീൽ ഹോ ഗയി, അമ്മയുടെ ശബ്ദം പെട്ടെന്ന് ഇടറി തുടങ്ങിയെന്ന്. മാം കി ആവാസ് ഫട്കർ ഫുസ്ഫുസാഹട്ട് മെയിൻ, അതായത് ഇടർച്ച വന്നു തുടങ്ങി. അമ്മയുടെ ശബ്ദത്തിന് തൊണ്ടയ്ക്ക് ഇടർച്ച വന്നു. തബ്ദീൽ ഹോ ഗയി, തബ്ദീൽ ഹോന എന്ന് പറഞ്ഞാൽ പരിവർത്തനം ഉണ്ടാവുക, മാറ്റം ഉണ്ടാവുക, മാറി. അമ്മയുടെ ശബ്ദത്തിനൊരു വ്യത്യാസം അവിടെ വന്നു. ലോകോം കോ ലഗാ കി മൈക്ക് മേ കുച്ച് ഖരാബി ആ ഗയി ഹൈ. അപ്പോൾ ആൾക്കാർ ആദ്യം കരുതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്ക് മേ കുച്ച് ഖരാബി ആ ഗയി, മൈക്കിൽ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും. കാരണം ഈ ആൾക്കാരെല്ലാവരും പല ആവർത്തി കണ്ടിട്ടുള്ളതാണ്, ഈ അമ്മയുടെ പ്രോഗ്രാമെല്ലാം കണ്ടിട്ടുള്ളതാണ്. അവർക്ക് നന്നായിട്ട് അറിയാം അമ്മ എങ്ങനെയാണ് പ്രോഗ്രാം അവതരിപ്പിക്കുന്നതെന്ന് അറിയാം. പക്ഷെ പെട്ടെന്ന് ശബ്ദത്തിനൊരു വേരിയേഷൻ വന്നപ്പോൾ ആൾക്കാർ ആദ്യം കരുതിയത് മൈക്കിൻ്റെ പ്രശ്നമായിരിക്കുമെന്നാണ്. പർ ഫുസ്ഫുസാഹട്ട് ജാരീത്തി, പക്ഷേ ആ ഇടർച്ച, ആ ശബ്ദത്തിന് വന്ന വ്യത്യാസം അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോഴാൾക്കാർക്ക് മനസ്സിലായി എന്തല്ല ഇത് മൈക്കിൻ്റെ പ്രശ്നമല്ല എന്ന് ആൾക്കാർക്ക് മനസ്സിലായി. പർ ഫുസ്ഫുസാഹട്ട് സാരീത്തി, ലോഗ് ചില്ലാനലകെ, അത്രയും ആയപ്പോഴേക്കും ലോഗ് ചില്ലാനലകെ, ആൾക്കാർ ബഹളം വയ്ക്കാൻ തുടങ്ങി. കാരണം എന്താണ്, ഓഡിയൻസ് വന്നിരിക്കുന്നത് കാശ് കൊടുത്തിട്ടാണ് കാണാൻ വന്നിരിക്കുന്നത്. മാത്രമല്ല പ്രോഗ്രാമിൽ കാശ് കൊടുക്കുകയും ചെയ്യും, വീണ്ടും വീണ്ടും കാശ് എടുത്ത് എറിയുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ കാശ് കൊടുത്ത് നടത്തുന്ന ഒരു പ്രോഗ്രാമിൽ ഇതുപോലെ സൗണ്ട് പാടുമ്പോൾ സൗണ്ട് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ബഹളം ഉണ്ടാക്കും, അത് സ്വാഭാവികമാണ്. ലോഗ് ചില്ലാനലകെ കഹീംസെ കുച്ച് ലോഗ് മ്യാവ് മ്യാവുക്കി ആവാസ് നിക്കാലിനലകെ. ചിലയിടത്തൊക്കെ ആൾക്കാർ എന്ത് ചെയ്തു, അപശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു തുടങ്ങി. അതുകൊണ്ടാണ് മ്യാവ് മ്യാവുക്കി ആവാസ് എന്ന് പറഞ്ഞത്. പൂച്ചയുടെ ശബ്ദം എന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. പലരും പല രീതിയിൽ പ്രതികരിച്ചു തുടങ്ങി, മറ്റു പല ശബ്ദങ്ങളുമൊക്കെ എന്ത് ചെയ്തു, ഉണ്ടാക്കി തുടങ്ങി. इस अभद्र शोर ने माम को स्टेज से हटने को मजबूर कर दिया. അപ്പോൾ അങ്ങനെയുള്ള അഭദ്ര ഷോറിനെ അവിടെ ഉണ്ടായിരുന്ന, കാരണം ഉചിതമല്ലാത്ത ബഹളം, ഷോർ എന്ന് പറയുമ്പോൾ ഭയങ്കര ഉച്ചത്തിലുള്ള ബഹളം, ആഡിയൻസ് മൊത്തം ഇളകി. അവരുടെ ആ ബഹളം കൊണ്ട് മാം കോ സ്റ്റേജ് സെ ഹടനെ കോ മജ്ബൂർ കർ ദിയ, അമ്മയ്ക്ക് ആ സ്റ്റേജിൽ നിന്നും മാറേണ്ട ഒരു അവസ്ഥയിലെത്തി. മജ്ബൂർ കർണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നിർബന്ധിതയാക്കുക. അമ്മ ആ സ്റ്റേജിൽ നിന്നും മാറേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ അതാണ് ഫസ്റ്റ് പാരഗ്രാഫ്. വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അവിടെ നമ്മുടെ ചാർലി ചാപ്ലിൻ്റെ മാതാവ് സ്റ്റേജിൽ പാടിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അവരുടെ ശബ്ദത്തിന് വേരിയേഷൻ വന്നു, ശബ്ദം പോയി, അവരുടെ തൊണ്ടയിൽ എന്തോ കുഴപ്പം സംഭവിച്ചു.
गाते गाते अचानक माम की आवाज़ फटकर फुसफुसाहट में तब्दील हो गई. ശബ്ദം വേരിയേഷൻ വന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും അമ്മയ്ക്ക് പാടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി. ലോഗോं को लगा कि माइक में कुछ खराबी आ गई है. മൈക്കിൻ്റെ പ്രോബ്ലം എന്നൊക്കെ ആൾക്കാർ കരുതി. लेकिन बाद में लोग समझ गए कि उसकी आवाज़ कुछ बदल गई है. അവരുടെ ശബ്ദത്തിനെന്തോ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. इसलिए लोग चिल्लाने लगे, लोग शोर मचाने लगे. ആൾക്കാർ ബഹളം വെച്ചു തുടങ്ങി. इस प्रकार उस शोर में उस माम को स्टेज से हटने के लिए विवश कर दिया. അവരെ സ്റ്റേജിൽ നിന്ന് മാറാനായിട്ട് അവരെ വിവശയാക്കി, നിർബന്ധിതയാക്കി. नेक्स्ट पैराग्राफ. चार्ली को वह अक्सर अपने साथ थिएटर ले जाती थी. उस दिन भी पर्दे के पीछे खड़ा वह आवाज़ के तमाशे को देख रहा था. मामा और मैनेजर में बहस होते देख वह वहाँ गया. मैनेजर ने चार्ली को माम के कुछ दोस्तों के सामने अभिनय करते देखा था और वह उसे स्टेज पर भेजने को सिद्ध करने लगा. माम डर गई. 5 साल का बच्चा इस उग्र फीड को झेल पाएगा. अब ഇവിടെ ചാർലി को वह अक्सर अपने साथ थिएटर ले जाती थी. ചാർലി മീൻസ് നമ്മുടെ ചാർലി ചാപ്ലിൻ. ചാർലിയെ വഹ് അക്സർ എന്ന് പറഞ്ഞാൽ മിക്കവാറും പലപ്പോഴും ഒക്കെ മിക്ക സ്റ്റേജ് ഷോകളിലും ചാർലിയെ കൂടെ കൊണ്ടുപോകുമായിരുന്നു. അപ്പിനെ സാത്ത് തിയേറ്ററിലെ ജാത്തി. തിയേറ്റർ മീൻസ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേജ് ഷോ നടക്കുന്ന തിയേറ്റർ, അതാ ഉദ്ദേശിക്കുന്നത്. തിയേറ്ററിലെ ജാത്തി. उस दिन भी पर्दे के पीछे खड़ा वह आवाज़ के तमाशे को देख रहा था. അന്നും ആ ദിവസവും कौन सा दिन ഏത് ദിവസമാണ്? ജബ് മാം की आवाज़ बदल गई. ആ അമ്മയുടെ ശബ്ദം തൊണ്ടയിടറിയ ആ ഒരു സമയത്തും നമ്മുടെ ചാർലി അവിടെ ഉണ്ടായിരുന്നു, സ്റ്റേജിന് പിറകിലുണ്ടായിരുന്നു. ഉസ് ദിൻ ഭി പർദേ കെ പീച്ചെ, പർദ എന്ന് പറഞ്ഞാൽ കർട്ടന് പിറകിലായിട്ട്. പർദേ കെ പീച്ചെ ഖടാ വഹ് ആവാസ് കെ തമാശയ്ക്കോ ദേഖ് രഹാ ത. അമ്മ പറയുന്ന കാര്യങ്ങൾ, ആ തമാശകളും ആ പാട്ടും ഒക്കെ അവൻ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. ദേഖ് രഹാ ത. മാമ ഓർ മാനേജർമയും ബഹസ് ഹോത്തെ ദേഖ് വഹ് വഹാം ഗയ. അപ്പോൾ അവൻ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ സ്റ്റേജിൽ നിന്ന് പിറകിലേക്ക് വന്നല്ലോ. വന്നതിന് ശേഷം അവൻ കണ്ടതെന്ന് പറയാം മാമ ഓർ മാനേജർമയും. ഈ മാനേജർ എന്ന് പറയുമ്പോൾ ഈ പ്രോഗ്രാം കോർഡിനേറ്ററാണ്. പ്രോഗ്രാം എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ആളാണ്. അയാൾക്കൊരു വിഹിതം ഉണ്ടാവും. അവിടെ നിന്ന് കിട്ടുന്ന കാശിൽ അയാൾക്ക് ഒരു വിഹിതമുണ്ട്. അപ്പോൾ ഈ മാനേജറുമായിട്ട് ബഹസ് ഹോത്തേതേക്ക്, ബഹസ് എന്ന് പറഞ്ഞാൽ തർക്കം, ഭയങ്കരമായ തർക്കം. അമ്മയും ഈ മാനേജറുമായിട്ട് ഭയങ്കരമായിട്ട് തർക്കം നടത്തുന്നത് കണ്ടപ്പോൾ വഹാങ്കയ, നമ്മുടെ ചാർലിയും അതിൻ്റെ എന്താണ് സംഭവം എന്നറിയാനായിട്ട് അവനും അവിടേക്ക് പോയി. മാനേജറിനെ ചാർലിക്കോ മാം കെ കുച്ച് ദോസ്തോം കെ സാമനെ അഭിനയ കർത്തേ ദേക്കാത്ത. കാരണം അവിടെ സംസാരിക്കുന്നത് ഇതായിരുന്നു. മാനേജർ ഈ ചാർലിയെ, നമ്മുടെ ചാർലി ചാപ്ലിനെ അവനെ കുച്ച് ദോസ്തോം കെ സാത്ത്, അവൻ്റെ കുറച്ച് സുഹൃത്തുക്കളുടെ ഇടയിൽ അഭിനയ കർത്തേ ദേക്കാത്ത, അഭിനയിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു മാനേജർ. അവർ വഹ് ഉസെ സ്റ്റേജ് पर भेजने की जिद करने लगा. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാം ഇനി കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ മാതാവിന് പറ്റില്ല. അതുകൊണ്ട് ഈ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഈ കൊച്ചു ബാലകനെ സ്റ്റേജിലേക്ക് അയക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു ഈ മാനേജർ. അവർ വഹ് ഉസെ സ്റ്റേജ് पर भेजने की जिद करने लगा. സിദ്ധ് കർണ എന്ന് പറഞ്ഞാൽ ശാഠ്യം പിടിക്കുക എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം നിർബന്ധപൂർവ്വം ഈ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു ചാർലിയെ സ്റ്റേജിലേക്ക് കയറ്റിയാൽ മതി. മാം ഡർ ഗയി. അമ്മയ്ക്ക് അപ്പോഴും ഭയമായിരുന്നു. കാരണം എന്താണ്? 5 साल का बच्चा इस उग्र फीड को झेल पाएगा. അമ്മയുടെ സംശയം അതായിരുന്നു. 5 साल का बच्चा, अब तो वह 5 साल का ही हो गया है. അവനിപ്പോൾ ആകെ ഉള്ളത് എത്രയാണ്? 5 വയസ്സാണ്. ഈ 5 വയസ്സുകാരൻ ഇസ് ഉഗ്ര ഫീഡ് കോ, കാരണം എന്ന് പറഞ്ഞാൽ ആൾക്കാർ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൾക്കൂട്ടം, തിരക്കെന്നാണ് അർത്ഥം. ഇത്രയും വലിയ ജനാവലിയെ ഛേൽപ്പായക, ഛേൽന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചുമലിൽ കൊണ്ടുപോവുക അല്ലെങ്കിൽ ചുമക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. സഹിക്കുക, അങ്ങനെ പല രീതിയിൽ നമുക്കതിനെ എടുക്കാം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു ഫീഡിന്, ഇത്രയും വലിയൊരു തിരക്ക് ഇവന്, അതും പ്രശ്നം അവർ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്നും അതിനെ റിക്കവർ ചെയ്ത് അവൻ്റെ പ്രോഗ്രാം വിജയിപ്പിക്കാൻ അവന് കഴിയുമോ? കൊച്ചുകുട്ടിയാണ്. അതായിരുന്നു അമ്മയുടെ പ്രശ്നം. അതുകൊണ്ട് അമ്മ എന്ത് ചെയ്തില്ല? ഇതിനെ അനുവദിച്ചില്ല. പക്ഷേ മാനേജറാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ പാരഗ്രാഫിൽ ഒരു കാര്യം വന്നതെന്ന് പറഞ്ഞ് വേറൊന്നുമല്ല, ചാർലീനെ മാം സ്റ്റേജ് കെ പീച്ചയായ, അമ്മ സ്റ്റേജിന് പിറകിലേക്ക് വന്നു. അമ്മ സ്റ്റേജിന് പിറകിലേക്ക് വന്നപ്പോൾ നമ്മുടെ ചാർലിയും മാം കോ ദേഖ്നെ കെ ലിയെ വഹാം ഗയ, അമ്മയെ കാണാനായിട്ട് അവിടെ പോയി. അവിടെ പോയതിൻ്റെ കാരണം എന്താണ്? പോയത് മറ്റൊന്നിനും അല്ലായിരുന്നു. സ്റ്റേജ് കെ പീച്ചെ മാനേജർ ഓർ മാം കെ പാസ് മാം കെ ബീച്ച് കുച്ച് ബഹസ് ചലത്തെ രഹത്തെ थे. അമ്മയും മാനേജറുമായിട്ട് ബഹളം വയ്ക്കുന്നത് കണ്ടു. അപ്പോൾ ഈ ബഹളം കണ്ടിട്ടാണ് നമ്മുടെ ആരവിടെ എത്തുന്നത്? നമ്മുടെ ചാർലി അവിടെ എത്തുന്നത്. അപ്പോൾ മാനേജർ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർലിക്കോ സ്റ്റേജ് पर जाने को कहते थे. ചാർലിയെ സ്റ്റേജിലേക്ക് അയക്കുന്ന കാര്യമായിരുന്നു ഈ മാനേജർ പറഞ്ഞുകൊണ്ടിരുന്നത്. മൂന്നാമത്തെ പാരഗ്രാഫിലേക്ക് വരാം.
बहुत मुबाहिसा के बाद वह अंततः चार्ली को स्टेज पर ले गया और बचाव के कुछ शब्द कह उसे अकेला छोड़ाया। ध्वेम के उठते हुए छल्लों के बीच चार्ली ने मशहूर गीत जैक जोन्स गाना शुरू किया। कुछ देर तक ऑर्केस्ट्रा वाले उसकी आवाज़ में ही उस गाने की धुन तलाशते रहे और वह जैसे ही मिली गाना सजने लगा। कुछ मुबाहिस के बाद वह अंततः चार्ली को स्टेज पर ले गया। कुछ മുബാഹിസ് മീൻസ് എന്താണ്? തർക്കം. കുറേ തർക്കിച്ച് കുറേ പ്രശ്നങ്ങളും കഴിഞ്ഞു, വാദപ്രതിവാദങ്ങൾ കഴിഞ്ഞു, അവസാനം അവർക്ക് സമ്മതിക്കേണ്ടി വന്നു. ബാദ് അന്തതഹ ചാർലി കോ സ്റ്റേജ് പർ ലേ ഗയ. അവസാനം ചാർലിയെ ആ അമ്മ സ്റ്റേജിലേക്ക് കൊണ്ടുപോകാൻ നിർബന്ധിതയായി. അങ്ങനെ അവനെ സ്റ്റേജിലേക്ക് എത്തിച്ചു. അവർ ബജാവ് കെ കുച്ച് ശബ്ദ കഹൂസെ അഖേല ചോടായ. അവർക്ക് രക്ഷപ്പെടാനായിട്ട് എന്തൊക്കെയോ കുറച്ച് പറഞ്ഞു. കാരണം ഇനി എൻ്റെ മകൻ നോക്കും എന്ന് പറഞ്ഞ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഉസെ അഖേല ചോടായ, അവനെ അവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് സ്റ്റേജിന് പിറകിലേക്ക് പോയി. അവൻ ഇപ്പോൾ ആര് മാത്രമേ ഉള്ളൂ സ്റ്റേജിൽ നിൽക്കുന്നത്? നമ്മുടെ ചാർലി മാത്രമേ ഉള്ളൂ. ധ്വേം കെ ഉഠ്തേ ഹുए छल्लों के बीच चार्ली ने मशहूर गीत ജാക്ക് ജോൺസ് ഗാന ശുരു കിയ. അപ്പോൾ ധ്വേം കെ ഉഠ്തേ ഹുए छल्लों के बीच, ഛല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോളാകൃതി എന്നാണ് എൻ്റെ അർത്ഥം, ഛല്ല. അപ്പോൾ ഇവിടെ ധ്വേം കെ ഉഠ്തേ ഹുए छल्लों के बीच എന്ന് പറയുമ്പോൾ പുക, കാരണം എന്ന് പറഞ്ഞാൽ സ്റ്റേജിലുള്ള ഡെക്കറേഷനൊക്കെ ആയിരിക്കാം ഇങ്ങനെ ഗോളാകൃതിയിലുള്ള പുകകൾ മുകളിലോട്ട് പോകുന്നതിനിടയ്ക്കാണ് അവൻ നിൽക്കുന്നത്. ധ്വേം കെ ഉഠ്തേ ഹുए छल्लों के बीच ചാർലിനെ മഷ്ഹൂർ ഗീത്, അന്ന് വളരെ ഫേമസ് ആയ ജാക്ക് ജോൺസിൻ്റെ ഗാന ശുരു കിയ. ജാക്ക് ജോൺസിൻ്റെ ഒരു പാട്ട് അവനവിടെ പാടി. കുച്ച് ദേർ തക്ക് ഓർക്കസ്ട്ര വാലെ ഉസ്കി ആവാസ് മെയും ഉസ് ഗാനെ കി ധുൻ തലാഷ്തെ രഹെ. കുറച്ച് സമയം വരെ, കാരണം പെട്ടെന്ന് ഈ ഒരു പാട്ട് അവർ പ്രതീക്ഷിച്ചില്ല, ഓർക്കസ്ട്ര പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അവൻ പാടിയ ആ പാട്ടിൻ്റെ മ്യൂസിക് ക്ലിയർ ആവാൻ അവർക്കൊരല്പസമയം, അവൻ്റെ താളവുമായിട്ട് കിട്ടാനായിട്ട് ശകല സമയമെടുത്തു. കുച്ച് ദേർ തക്ക് ഓർക്കസ്ട്ര വാലെ ഉസ്കി ആവാസ് മെയും ഉസ് ഗാനെ കി ധുൻ തലാഷ്തെ രഹെ. അവൻ പാടുന്നതിൻ്റെ ആ താളം അവർ കുറച്ച് സമയം ഒന്ന് തലാഷ് കർണ എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക, അവരൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി അവർ വഹ ജൈസെ ഹി മിലി, ആ താളവുമായിട്ട് എത്തിയപ്പോഴേക്കും ഗാന സജനെ ലഗ, പാട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്തു, പാടി. അപ്പോൾ ആ മൂന്നാമത്തെ പാരഗ്രാഫിൽ കുറച്ച് കാര്യമേ പറയുന്നുള്ളൂ. ബൗത്സ് വാദവിവാദക്കെ ബാധ, വളരെയധികം ചർച്ചകൾക്ക് ശേഷം അവസാനം മാം വിവശ് കർക്കെ ചാർലി കോ സ്റ്റേജ് പർ ഖടാ കർ ദിയ. അമ്മ നിർബന്ധിതയായി അവസാനം ചാർലിയെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തി, സ്റ്റേജിൽ നിർത്തിയിട്ട് മാം സ്റ്റേജിക്ക് പീछे ഹട്ട് ഗയ, അമ്മ സ്റ്റേജിന് പുറകിലേക്ക് പോവുകയും ചെയ്തു. ആ സമയത്ത് സംഭവിച്ചെന്താണ്, ചാർലിനെ കുച്ച് ഓർ നഹീം ദേക്കാം, മറ്റൊന്നും നോക്കിയില്ല, ഒരു പാട്ട്, ജാക്ക് ജോൺസിൻ്റെ ഒരു പാട്ട് എന്ത് ചെയ്തു, അവിടെ അങ്ങ് പാടി. പഹലെ ഓർക്കസ്ട്ര വാലെ को उसका धुन नहीं मिला लेकिन मिल गई तो गाना तो बहुत अच्छी तरह सजने लगा. അടുത്ത പാരഗ്രാഫിലേക്ക് വരാം. गाना अभी आधा ही हुआ था, स्टेज पर पैसों की बौछार शुरू हो गई. चार्ली ने गाना रोक दिया और घोषणा की कि पहले मैं ये पैसे बटोरूंगा और उसके बाद ही गाऊंगा. इस बात ने हॉल को हंसी घर में तब्दील कर दिया. अब അവിടെ ഗാന അഭി ആദാഹി ഹുവാത്ത, പാട്ട് തുടങ്ങി പക്ഷെ പകുതി ആയതേ ഉള്ളൂ. ആദാഹി ഹുവാത്ത, ആ പാട്ട് മുഴുവിപ്പിക്കാനായിട്ടുള്ള അവസരം അവന് കിട്ടിയില്ല. അതിനു മുമ്പ് സ്റ്റേജ് പർ പൈസോങ്കി ബൗച്ചാർ ശുരു ഹുയി, സ്റ്റേജിൽ പൈസോങ്കി ബൗച്ചാർ ശുരു ഹുയി, ആ സ്റ്റേജിലേക്ക് കാശിൻ്റെ ഒരു മഴ തന്നെ വന്നെത്തിയെന്നത്, ആൾക്കാർ കാശ് എറിഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ബൗച്ചാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷ, മഴ. അപ്പോൾ അവിടെ സ്റ്റേജിലേക്ക് കാശ് ആൾക്കാർ എറിഞ്ഞു തുടങ്ങി, കാരണം അവൻ്റെ പാട്ട് അത്രയ്ക്ക് ആൾക്കാർക്ക് എന്ത് ചെയ്തു, ഇഷ്ടപ്പെട്ടതുകൊണ്ട് ആൾക്കാർ കാശ് എറിഞ്ഞു കൊടുത്തു. ചാർലിനെ ഗാന രോക്ക് ദിയ, അപ്പോൾ അവൻ കുഞ്ഞു പയ്യനാണ്, അവൻ എന്ത് ചെയ്തു, ഗാന രോക്ക് ദിയ, പാട്ട് പെട്ടെന്ന് നിർത്തി. അവർ ഘോഷണാക്കി, എന്നിട്ട് അവൻ വിളംബരം ചെയ്തു, ഘോഷണാക്കി, അവൻ ആ മൈക്കിലൂടെ അനൗൺസ് ചെയ്തു. കീ, ആ കീയുടെ അർത്ഥം എന്തെന്നാൽ, അപ്പോൾ 2 കീ അടുത്തടുത്ത് വന്നിട്ടുണ്ട്. ഘോഷണ കീ എന്ന് പറയുന്ന കീ ചെയ്തു എന്ന് പറയുന്ന അർത്ഥത്തിൽ, കർണ എന്ന് പറയുന്ന ക്രിയ നമ്മൾ ഭൂതകാലത്തിൽ പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. കർണയുടെ ഭൂതകാല രൂപം എന്ന് പറയുന്നത് കിയായാണ്, അതിൻ്റെ സ്ത്രീലിംഗ രൂപം എന്ന് പറയുന്നത് കീയാണ്. ആ കീയാണ് അവിടെ ആദ്യം കാണുന്നത്. രണ്ടാമത് കാണുന്ന കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്നാൽ, അപ്പോൾ അവൻ വിളംബരം ചെയ്തു എന്ന് പറഞ്ഞു. അതെന്താണെന്നാണ് അടുത്ത പാർട്ടിലേക്ക് പറയുന്നത്. പഹലെ മെയ്യെ പൈസ ബഡോരുങ്ക അവർ ഉസ്കെ ബാദ് ഹി ഗാവുങ്ക. ആദ്യം ഞാൻ എന്ത് ചെയ്യും, ഈ പൈസകളെല്ലാം ബഡോറിന ശേഖരിക്കുക,
പഹലെ മേ പൈസ ബടോരൂങ്ക, ആദ്യം ഞാൻ എന്ത് ചെയ്യും, ഈ കാശെല്ലാം ശേഖരിക്കും. അവർ ഉസ്കെ ബാദ് ഹി ഗാവൂങ്ക, അതിന് ശേഷമേ ഞാൻ എന്ത് ചെയ്യൂ, പാടുകയുള്ളൂ. ഇസ് ബാത്തിനെ ഹാൾക്കോ ഹസി ഖർമേ തബ്ദീൽ കർ ദിയ, ആ ഒരു കാര്യം അവൻ അങ്ങനെ പറഞ്ഞത് സാധാരണഗതിയിൽ ആരും ചെയ്യാത്തതാണ്. പൈസ എറിയും, പക്ഷേ അവർ പ്രോഗ്രാം തീർന്നതിന് ശേഷം മാത്രമേ ഈ കാശൊക്കെ എടുക്കുകയുള്ളൂ. പക്ഷെ അതിന് പകരം പയ്യൻ പൈസ കണ്ടപ്പോഴേക്കും എന്ത് ചെയ്തു, ഞാൻ ഈ കാശെല്ലാം കൂടെ എന്ത് ചെയ്യും, ഞാൻ ശേഖരിക്കും, അത് കഴിഞ്ഞിട്ടേ ഞാൻ ഇനി പാട്ട് പാടുന്നുള്ളൂ എന്ന് പറഞ്ഞ് അവൻ അത് അനൗൺസ് ചെയ്തു. അനൗൺസ് ചെയ്തപ്പോൾ അവിടെയുള്ള ആൾക്കാർ മുഴുവൻ എന്ത് ചെയ്തു, ഹസി ഖർമേ തബ്ദീൽ കർ ദിയ, ചിരിയിലേക്ക് മാറി. ആൾക്കാരെല്ലാം അത് അങ്ങ് രസിച്ചു. അവർ ഭയങ്കരമായിട്ട് എന്ത് ചെയ്തു, പൊട്ടിച്ചിരിച്ചു. തബ് തക് മാനേജർ ഏക്ക് റുമാൽ ലേക്കറായ അവർ പൈസ ബട്ടോറിനെ ലഗ, അപ്പോഴേക്കും നമ്മുടെ മാനേജർ എന്ത് ചെയ്തു, ഏക്ക് റുമാൽ ലേക്കറായ, ഒരു റുമാലുമായിട്ട് വന്നു. റുമാൽ മീൻസ് എന്താണ്, ഒരു കർച്ചീഫ് അല്ലെങ്കിൽ നമുക്ക് സ്കാർഫ് എന്നൊക്കെ പറയാം, ഇച്ചിരി വലിയ തുണി. റുമാലുമായി വന്നു. അവർ പൈസ ബട്ടോറിനെ ലഗ, ഈ കാശ് അയാൾ എന്ത് ചെയ്തു, ശേഖരിച്ചു. ഈ മാനേജർ വന്ന് അതിനെല്ലാം ശേഖരിച്ചു. ചാർലിക്കോ ലഗാക്കി മാനേജർ ഖുദ് പൈസ രഖ് ലേന ചാഹത്ത, അപ്പോൾ ചാർലി വിചാരിച്ചു മാനേജർ ഖുദ് പൈസ രഖ് ലേന ചാഹത്ത, ഈ മാനേജർ സ്വയം ഈ കാശെല്ലാം കൂടെ എടുത്തുകൊണ്ട് പോകുന്നതാണോ? ചാർലിക്കൊരു സംശയം തോന്നി. ചാർലിക്കോ ലഗാക്കി മാനേജർ ഖുദ് പൈസ രഖ് ലേന ചാഹത്ത ഹൈ, ഉസ്നെ യഹ് ബാത്ത് ശിക്കായത്തി ലഹജയുമെയും ദർശകവും സെ കഹദി, അവൻ അതൊരു പരാതിയായിട്ട്, ശിക്കായത്തി ലഹജയുമെയും, പരാതി എന്ന രീതിയിൽ തന്നെ, ശിക്കായത്തി ലഹജയുമെയും ദർശകവും സെ കഹദി, അവിടെ നിന്ന ഓഡിയൻസിൻ്റെ അടുത്ത് അതൊരു പരാതി പോലെ തന്നെ അവൻ എന്ത് ചെയ്തു, പറഞ്ഞു. ഹസി തബ് ഓർബെടുകയും, ആൾക്കാരുടെ ചിരി വീണ്ടും വർദ്ധിച്ചു. കാരണം എന്താണ്, ഇതൊന്നും ഒരു സ്റ്റേജ് ഷോയിൽ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ആൾക്കാർ അത് വീണ്ടും എന്ത് ചെയ്തു, ആസ്വദിക്കുകയായിരുന്നു. ഒരു കൊച്ചു പയ്യൻ, അവൻ പറയുന്ന കണ്ടില്ല, അവൻ ആ കാശ് എന്തിനു വേണ്ടിയുള്ളതാണ്, അവൻ്റെ ആ ഒരു മൈൻഡിനെ ആൾക്കാർ മനസ്സിലാക്കിയിട്ട് അവരെ അങ്ങ് ആസ്വദിച്ചിരിക്കുകയായിരുന്നു. जब रुमाल की पोटली में पैसे बांध बैक स्टेज की ओर जाते मैनेजर के पीछे चार्ली व्याकुलता से ले गया. ഈ റുമാലിനെ ഒരു പൊതിയായി പൊതിഞ്ഞെടുത്ത് കാശും കൊണ്ട് ഈ മാനേജർ ബാക്ക് സ്റ്റേജിലേക്ക് പോയപ്പോൾ നമ്മുടെ ചാർലിയും പിന്നാലെ പോയി. ले गया. जब तक मैनेजर ने वह पोटली माम के हवाले नहीं की वह नहीं लौटा. ഈ അമ്മയുടെ കയ്യിലേക്ക് ഈ കാശ് നമ്മുടെ മാനേജർ ജബ് തക്ക് നഹീന്തി, എപ്പോഴാണോ നൽകാതിരുന്നത് വരെ വഹ് നഹി ലൗട്ട, അവൻ തിരിച്ചു വന്നില്ല. അവസാനം ഈ കാശ് മാനേജർ അമ്മയെ ഏൽപ്പിച്ചതിന് ശേഷം മാത്രമാണ് അവൻ തിരിച്ചു വന്നത്. അപ്പോൾ ആ പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞ വളരെ കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്, ചാർലി ഗാന പാടിത്തുടങ്ങി, പക്ഷേ ഗാന ആദ്യ ഹുവാത്തോ പൈസോങ്കി ബൗച്ചാർ ഹോ ഗൈ, കാശ് അധികമായി വന്ന് വീഴാൻ തുടങ്ങി. ആൾക്കാരെന്ത് ചെയ്തു, അവൻ്റെ പാട്ട് കണ്ട് ആസ്വദിച്ച് ഇഷ്ടപ്പെട്ട് കാശിട്ട് കൊടുത്തു. ലേക്കിൻ ഗാന ആധാ വഹി രോക്ക് ദിയ, അവിടെ അവൻ എന്ത് ചെയ്തു, ആ പാട്ട് നിർത്തിയതിനു ശേഷം അവൻ മറ്റൊന്നുമല്ല ചെയ്തത്, അവൻ അനൗൺസ് ചെയ്തു, ഘോഷണാക്കി. അവൻ അനൗൺസ് ചെയ്തത് എന്തായിരുന്നു, മേ പൈസ ബട്ടോരൂങ്ക, ഞാൻ ഈ കാശ് എന്ത് ചെയ്യും, ഞാനിത് ശേഖരിച്ചതിന് ശേഷം ഉസ്കെ ബാദ് ഹി ഗാന ഗാവൂങ്ക, അതിന് ശേഷമേ ഞാൻ പാട്ട് പാടൂ എന്നവൻ പ്രതിജ്ഞ പോലെ തന്നെ ആയിട്ട് പറഞ്ഞു. ലേക്കിൻ ഇസ് സമയ ഓഡിയൻസ്, അവിടെ ഇരുന്നിരുന്ന ദർശകരൊക്കെ എന്ത് ചെയ്തു, വഹുബടെ ഢോർസെ ഖസ്നേലക, അവർ ഭയങ്കരമായിട്ട് ചിരിക്കാൻ തുടങ്ങി. കാരണം പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു അവിടെ നടന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് ആര് വന്നു, മാനേജർ വന്ന് ഒരു റുമാൽമയും പൈസ ബട്ടോറിനെ ലഗ और उसे पोटली में लगाकर माम को भेजने देने के लिए स्टेज पर. लेकिन हमारे चार्ली ने सोचा कि एक मैनेजर खुद लेगा. ഈ പൈസ മുഴുവൻ ആര് കൊണ്ടുപോകുമെന്ന് വിചാരിച്ചു, ഈ മാനേജർ കൊണ്ടുപോകുമെന്ന് വിചാരിച്ചിട്ട് ചാർലി അതിന് പിറകെ പോയി. അമ്മയുടെ കയ്യിൽ ആ കാശ് കിട്ടിയെന്ന് ഉറപ്പായതിന് ശേഷം മാത്രമാണ് ചാർലി തിരിച്ച് സ്റ്റേജിലേക്ക് വന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അടുത്ത പാരഗ്രാഫ്, चार्ली ने जनता में गुदगुदी फैला दी. उसके बाद उसने दर्शकों से बातचीत की, नृत्य किया और अपनी माम सगद कई गायकों की नकल उतारी. मासूमियत में उसने थोड़ी देर पहले फटी माम की आवाज़ और उसके फुसफुसाने की फिर नकल उतार दी. लोगों में ठहाकों की हिस्सेदारी हुई और स्टेज पर जमकर पैसे बरसे. अंत में माम जब उसे लेने आई तो दर्शकों ने देर तक खड़े होकर तालियां बजाई. कई लोगों ने माम से हाथ मिलाकर उसके छोटे बच्चे की तारीफ की. चार्ली स्टेज पर पहली बार आया
और माम आखिरी बार. അപ്പോൾ ഇവിടെ പറയുന്നത് ചാർലിനെ ജനതാമേ ഗുദ്ഗുദി ഫൈലാതി थी. ചാർലി ആ ഒരു സമയത്ത് ആ ഒരു സ്റ്റേജ് ഷോയിലൂടെ ചാർലി ജനങ്ങൾക്കിടയിലേക്ക് ഒരു ഗുദ്ഗുദി ഫൈലാതി. ഗുദ്ഗുദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉല്ലാസം, ആനന്ദം എന്നൊക്കെ പറയാം. ഗുദ്ഗുദി ഫൈലാതി, ഫൈലിനെ വ്യാപിക്കുക, ഫൈലാനെ വ്യാപിപ്പിക്കുക. അപ്പോൾ ജനങ്ങൾക്കിടയിൽ ഒരു മാനസിക ഉല്ലാസം തന്നെ ഉണ്ടാക്കി കൊടുത്തു ആ ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ. ചാർലിനെ ജനതാമയും ഗുദ്ഗുദി ഫൈലാതി थी. उसके बाद उसने दर्शकों से बातचीत की. അതിനുശേഷം അവൻ എന്ത് ചെയ്തു? ദർശകോം സെ ബാത്ചീത് की. അവിടെ നിന്ന് ഓഡിയൻസിൻ്റെ അടുത്ത് അവൻ സംസാരിച്ചു. ബാത്ചീത് की, നൃത്യ കിയ, അടുത്ത പ്രോഗ്രാമിലേക്ക് പോയി നൃത്തം ചെയ്തു. അവർ അപ്പനി മാം സഹിത് കൈ ഗായകവും കി നക്കൽ ഉദാരി. അത് മാത്രമല്ല തൻ്റെ അമ്മ ഉൾപ്പെടെയുള്ള മറ്റു പല ഗായകരുടെയും നക്കൽ ഉദാരി. നക്കൽ കർണ എന്ന് പറഞ്ഞാൽ അനുകരിക്കുക. അമ്മ ഉൾപ്പെടെ മറ്റു പല ഗായകരുടെയും ശബ്ദം അനുകരിക്കുക കൂടെ ആര് ചെയ്തു? ഈ ചാർലി ചെയ്തു. മാസൂമിയത്ത് में उसने थोड़ी देर पहले फटी माम की आवाज़ और उसके फुसफुसाने की भी नकल उदारी. മാസൂമിയത്ത് में അവൻ്റെ നിഷ്കളങ്കത കൊണ്ട്, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് കുഞ്ഞല്ലേ, അവന് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൻ്റെ നിഷ്കളങ്കത കൊണ്ട് അവൻ എന്ത് ചെയ്തു? തോടി ദേർ പകലെ, കുറച്ച് മുമ്പ് ആ സ്റ്റേജിൽ സംഭവിച്ചത്, മാംകോ കുച്ച് മാംകി ആവാസ് മേ കുച്ച് ഫുഡ്ഫുഡായി ആയി ഗൈ, ആ ഒരു ബുദ്ധിമുട്ട്, ആ ശബ്ദത്തിൻ്റെ ഇടർച്ചയും കൂടെ അവൻ എന്ത് ചെയ്തു? ഉസ്കി ഭീ നക്കലുദാരി. ആ ശബ്ദത്തിൻ്റെ ഇടർച്ച ശരിക്കും പറഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. പക്ഷേ അവൻ്റെ നിഷ്കളങ്കത കൊണ്ട് അവൻ അതും കൂടെ എന്ത് ചെയ്തു? അവൻ അനുകരിച്ചു. ലോകോമേ ടഹാക്കോങ്കി ഹിസ്സേദാരി ഹുയി. ആൾക്കാരെന്ന് പറഞ്ഞാൽ പൊട്ടിച്ചിരിച്ചു. ടഹാക്കർ ഹസ്ന എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചിരിക്കുക. ടഹാക്കോങ്കി ഹിസ്സേദാരി ഹുയി. ഹിസ്സേദാർ ഭാഗമാവുക. ആൾക്കാരെല്ലാം എന്ത് ചെയ്തു? ചിരിച്ചുകൊണ്ട് അവൻ്റെ ആ ഒരു അനുകരണത്തിനെയും അവൻ്റെ ആ സ്റ്റേജ് ഷോയെയും അതിൻ്റെ ഒരു ഭാഗമായി നല്ല രീതിയിൽ ആസ്വദിക്കുകയായിരുന്നു. അവർ സ്റ്റേജ് പർ ജംകർ പൈസേ ബരസെ. അങ്ങനെ സ്റ്റേജിലേക്ക് ഭയങ്കരമായി കാശ് എന്ത് ചെയ്തു? വന്നു. നല്ല രീതിയിൽ ആൾക്കാർ എന്ത് ചെയ്തു? ആസ്വദിച്ചതിനനുസരിച്ച് കാശും കൊടുത്തു. അന്തമയും മാം ജബ് ഉസെ ലേനെ ആയിത്തോ ദർശകോമിനെ ദേർ തക് ഖടേ ഹോക്കർ താലിയാൻ ബജായി. അവസാനം അവനെ അമ്മ സ്റ്റേജിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അന്തമയും മാം സ്റ്റേജിൽ പിറാക്കി. ആ അമ്മ സ്റ്റേജിലേക്ക് കടന്നു വന്നു. സ്റ്റേജിലേക്ക് കടന്നു വന്നപ്പോൾ ദർശകോമിനെ ദേർ തക് ഖടേ ഹോക്കർ താലിയാൻ ബജായി എന്നാണ്. ആൾക്കാർ എണീറ്റ് നിന്ന് ഖടേ ഹോക്കർ താലിയാൻ ബജന എന്ന് പറഞ്ഞാൽ കൈയടിക്കുക. ഒരുപാട് സമയം ദേർ തക്ക് എന്ന് പറയുമ്പോൾ വളരെയധികം സമയം ആൾക്കാർ എണീറ്റ് നിന്ന് അവനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. കൈ ലോകോമിനെ മാംസെ ഹാത്ത് മിലാക്കർ ഉസ്കെ ചോട്ടെ ബച്ചേക്ക് താരീഫ് കി. ഒരുപാട് പേര് വന്ന് ഈ അമ്മയുടെ അടുത്ത് വന്ന് കൈ കൊടുത്തു. എന്നിട്ട് ഹാത്ത് മിലാക്കർ കൈ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്തു? ഉസ് ചോട്ടെ ബച്ചേക്ക് താരീഫ് കി. ആ കൊച്ചു കുഞ്ഞിനെ എന്ത് ചെയ്തു? താരീഫ് പറഞ്ഞാൽ അഭിനന്ദിക്കുക. ഒരുപാട് അഭിനന്ദനങ്ങൾ കൊടുത്തു. ചാർലി സ്റ്റേജ് പർ പെഹലി ബാർ ആയാ ഥ. അപ്പോൾ അന്ന് ആദ്യമായിട്ടായിരുന്നു ചാർലി ഒരു സ്റ്റേജ് ഷോയിലേക്ക് കയറുന്നത്. അവർ മാം ആഖിരി ബാർ, അവൻ്റെ അമ്മയുടെ അവസാനത്തെ സ്റ്റേജ് ഷോയുമായിരുന്നു. ദുനിയാ കെ സബ്സെ ബഡാ ഷോ മേൻ കാ യഹ് പെഹല ഷോ ഥ. ലോകം അറിയപ്പെട്ട, പിന്നീട് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു ഷോമേൻ്റെ ആദ്യത്തെ ഷോയായിരുന്നു അത്. ഉസ്നെ ജന്മ ലേ ലിയാ ഥ. അങ്ങനെ ചാർലി ചാപ്ലിൻ എന്ന് പറയുന്ന മഹത്തായ കലാകാരൻ്റെ ജന്മം ആ സ്റ്റേജിൽ നിന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞത് വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ചാർലിനെ ജനതാമയും ബൗത്ത് ബേഡിയ ഗുദ്ഗുദി ഫൈലാതി. ചാർലി ജനങ്ങൾക്കിടയിലേക്ക്, ആ ദർശകർക്കിടയിലേക്ക്, കാഴ്ചക്കാർക്കിടയിലേക്ക് ഭയങ്കരമായ ഒരു ആനന്ദം തന്നെ പകർന്നു കൊടുത്തു എന്ന് പറഞ്ഞു. അതിനുശേഷം അവൻ എന്ത് ചെയ്തു? മാം ഓർ കൈ ഓർ ഗായകോങ്കി നക്കലുദാരി. അമ്മയെയും മറ്റു പല ഗായകന്മാരുടെയൊക്കെ അനുകരണം അവൻ അവിടെ നടത്തി. അതുമാത്രമല്ല, ഒരു കാര്യം കൂടെ അവൻ ചെയ്തു. എന്താണ് ചെയ്തത്? മാം കി ഉസ് ഫട്ടി ആവാസ്. അമ്മയുടെ ആ ഇടറിയ ശബ്ദവും കൂടെ എന്ത് ചെയ്തു? ഉസ്കി ബി നക്കലുദാരി. അതിനെ അനുകരിച്ചു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാർ എന്ത് ചെയ്തു? ഓർ ഫി പൈസ ഉസ്കെ ലിയെ ഉസ് സ്റ്റേജ് പർ ദേദി. അവൻ ആ സ്റ്റേജിലേക്ക് ഒരുപാട് കാശ് ആൾക്കാർ എറിഞ്ഞു കൊടുത്തു. അതിനുശേഷം മാം ജബൂസ് ബച്ചേക്കോ लौटाने के लिए स्टेज से वापस बुलाने के लिए आया तो दर्शकों ने देर तक खड़े होकर उसके तालियां बजाई. അവിടെ നിന്ന് അവർ കൈയടിച്ച് അവന് നല്ല ഒരു അഭിനന്ദനം, പ്രോത്സാഹനം അറിയിച്ചു. അതുമാത്രമല്ല, ആൾക്കാരെന്ത് ചെയ്തു? മാം കെ പാസ് ആക്കർ ഉസ്സെ ഹാത്ത് മിലാക്കർ ഉസ് ബച്ചേക്ക് താരീഫ് കി കർ ഗയി. ആ കൊച്ചുകുട്ടിയെ എന്ത് ചെയ്തു? അവനെ നല്ല രീതിയിൽ അഭിനന്ദിക്കുകയും ചെയ്തു. അങ്ങനെ അതായിരുന്നു ചാർലി ചാപ്ലിൻ്റെ ആദ്യത്തെ സ്റ്റേജ് ഷോ. ആ ഒരു സ്റ്റേജ് ഷോയോടുകൂടി ചാർലി ചാപ്ലിൻ്റെ അരങ്ങേറ്റവുമായി മാതാവ് അന്നത്തോടുകൂടി തൻ്റെ സ്റ്റേജ് പ്രോഗ്രാമുകൾ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ലോകം അറിയപ്പെടുന്ന ഒരു കലാകാരൻ്റെ
ജനനം ആ സ്റ്റേജിൽ നിന്നായിരുന്നു. അപ്പോൾ ഇവിടെ ഇതിനകത്ത് 3 കാര്യങ്ങളാണ് നമുക്കുള്ളത്. ഒന്ന്, ആദ്യത്തെ പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞപ്പോൾ ഇസ് അഭദ്ര ശോറിനെ മാം കോ സ്റ്റേജ് സെ ഹटने को മജ്ബൂർ കർ ദിയ, ഇസ് സമയ് മാം കി ഹാലത്ത് കൈസി ഹോഗി. അവിടെ ഒരു ക്വസ്റ്റ്യനാണത്. അവിടെ പറയുന്നത് എത്രയേ ഉള്ളൂ, ഇസ് അഭദ്ര ശോറിനെ, ആ ബഹളം, കാരണം എന്ന് പറഞ്ഞാൽ അശുഭകരമായ ബഹളം. അഭദ്ര ശോർ എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ എടുക്കാം, ശുഭകരമല്ലാത്തത്. കാരണം എന്ന് പറഞ്ഞാൽ ആൾക്കാർ ബഹളം വയ്ക്കുന്ന പല രീതിയിലുണ്ടാവാം. കാരണം കയ്യടിച്ച് നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അത് എങ്ങനെയായിരിക്കും, അതും ആ സ്റ്റേജ് മുഴുവൻ എന്തായിരിക്കും, ഭയങ്കര ബഹളമായിരിക്കും, ഭയങ്കര സൗണ്ടായിരിക്കും. പക്ഷെ അത് വേറെ. പക്ഷേ ആൾക്കാർ ബഹളം വയ്ക്കുന്നതും അല്ലെങ്കിൽ ഈ നിൽക്കുന്ന സ്റ്റേജിൽ നിൽക്കുന്ന ആളിനെ ഇറങ്ങിപ്പോകാൻ പറയുന്നതൊന്നും എന്താ ശുഭകരമായ ഒരു ബഹളമല്ല. അങ്ങനെയുള്ള ആ ബഹളം സ്റ്റേജ് സെ ഹटने को മജ്ബൂർ കർ ദിയ, ഈ അമ്മയെ സ്റ്റേജിൽ നിന്നും ഇറങ്ങാൻ പ്രേരിപ്പിച്ചു, നിർബന്ധിതയാക്കി. ഈ സമയം മാം കി ഹാലത്ത് കൈസി ഹോഗി, ആ സമയത്തുള്ള മാതാവിൻ്റെ അവസ്ഥ എന്തായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് വെക്കണം. അത് സൂം മീറ്റിങ്ങിൽ വരുന്ന സമയത്ത് നമുക്ക് ചർച്ച ചെയ്യാം. രണ്ടാമതൊരു ക്വസ്റ്റ്യൻ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 साल का ചാർലി സ്റ്റേജ് पर अकेला था. 5 വയസ്സുകാരനായ ചാർലി സ്റ്റേജ് पर अकेला था, ആ സ്റ്റേജിൽ ഒറ്റയ്ക്കായിരുന്നു. ഉസ് സമയ ചാർലിനെ ക്യാ സോച്ചാ ഹോഗ, ആ സമയത്ത് ചാർലി എന്തായിരിക്കും ചിന്തിച്ചിരുന്നത്. അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടുകൂടി എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് ഒരു ഔട്ട്ലൈൻ എങ്കിലും നിങ്ങൾ ആലോചിച്ച് വെക്കണം. കാരണം സൂം മീറ്റിങ്ങിൽ വരുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ അതിൽ തന്നെ നമുക്ക് പരീക്ഷയ്ക്ക് ഡയറിയും മറ്റു കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആ ദിവസം കഴിഞ്ഞിട്ട് ചാർലി വന്നിരുന്ന് എഴുതുന്ന ഡയറിയൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. നിങ്ങളാണെങ്കിൽ അങ്ങനെ ഒരു സ്റ്റേജിൽ നിങ്ങളാണ് പോയി നിൽക്കുന്നതെങ്കിൽ എന്തായിരിക്കും നിങ്ങൾ ചിന്തിക്കുക, അതും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. പിന്നെ അടുത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ബാത്തിനെ ഹാൾക്കോ ഹസി ഖർമേൻ തബ്ദീൽ കർ ദിയ, ആ ഒരു വാക്ക് അവൻ പറഞ്ഞത്, ആ ഒരു ഹാളിനെ ഹസി ഖർമേൻ തബ്ദീൽ കർ ദിയ, മൊത്തം പൊട്ടിച്ചിരിയുടെ ഒരു മേഖലയാക്കി മാറ്റി. ആ ഒരു ഹാള് മുഴുവൻ എന്ത് ചെയ്തു, ഭയങ്കരമായ ചിരിയിലേക്ക് മാറിയെന്ന്. എന്തുകൊണ്ടാണ്? അവിടെ വേറൊന്നുമില്ല, വളരെ സിമ്പിളാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ കാശ് ശേഖരിക്കും എന്നവൻ പറഞ്ഞത് ഒരിക്കലും ഒരു സ്റ്റേജ് ഷോയിൽ നടക്കാത്ത കാര്യമായിരുന്നു. അതായിരുന്നു അവിടെ നടന്നത്. ഇനി ലാസ്റ്റ് വൺ, ഉസ്നെ ജന്മ ലേ ലിയാ ഥാ ഇസ്കാ ക്യാ മത്ലബ് ഹെ, അവൻ ജനിച്ചു, അതിൻ്റെ മത്ലബ്, അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന്. അപ്പോൾ മറ്റൊന്നുമല്ല, ചാർലി ചാപ്ലിൻ എന്ന് പറയുന്ന അനശ്വര കലാകാരൻ്റെ ജനനമായിരുന്നു അവിടെ നമുക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ നമ്മുടെ ഈ പാഠം ഇന്നിവിടെ തീർന്നിരിക്കുകയാണ്. സബ്സേ ബഡാ ഷോമാൻ, ഗീത് ചതുർവേദി എഴുതിയ സബ്സേ ബഡാ ഷോമാൻ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ കണ്ടതിന് ശേഷം നിങ്ങൾ വൈകുന്നേരം സൂം മീറ്റിങ്ങിൽ വരിക. സൂം മീറ്റിങ്ങിൽ വരുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് ബാക്കി ചർച്ച ചെയ്യാം. ഓക്കെ.